Hi guys, ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കാൻ പോകുന്ന ഈ ഒരു ഫേസ് ക്രീം ഒരു തവണ ഉപയോഗിക്കുമ്പോഴേക്കും നിങ്ങളുടെ ഫേസ് നല്ല രീതിക്ക് ഗ്ലോയിങ്ങും അതുപോലെ തന്നെ നല്ല ബ്രൈറ്റ് ആയിട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അത്രയും സൂപ്പറായിട്ടുള്ള ഒരു റെമഡിയാണ് ഇന്ന് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ എത്രയൊക്കെ തന്നെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഫേസ് ക്രീം മേടിച്ച് ഉപയോഗിക്കുമ്പോഴും ഫേസ് പാക്ക് മേടിച്ച് ഉപയോഗിക്കുമ്പോഴും നിങ്ങൾക്ക് ആ ഒരു ഗ്ലോയിങ്ങോ അല്ലെങ്കിൽ ലൈറ്റനിങ്ങോ ഒന്നും കിട്ടത്തില്ല. അതിന് കാരണം വേറെ ഒന്നുമല്ല, നിങ്ങളുടെ ഫേസിലുണ്ടാവുന്ന ഡെഡ് സെൽസ് തന്നെയാണ് കേട്ടോ. ഈ ഒരു ഡെഡ് സെൽസ് നമ്മൾ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും റിമൂവ് ചെയ്തിരിക്കണം. അതായത് നമ്മളിപ്പോൾ ഫേസിൽ പൗഡർ ക്രീമൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കുന്ന മൂലം നമുക്ക് ഡെഡ് സെൽസ് ഒത്തിരി ഉണ്ടാവുന്നുണ്ട്. അത് നമ്മൾ ആഴ്ചയിൽ ഒരു തവണ അത് സ്ക്രബ് ചെയ്ത് കളയേണ്ടി വരും കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഡെഡ് സെൽസ് പോയാൽ തന്നെ നമ്മുടെ ഫേസ് കാണാൻ നല്ല ഗ്ലോയിങ് ആയിരിക്കും, അതുപോലെ നല്ലൊരു ഷൈനിങ്ങും നല്ലൊരു ബ്രൈറ്റനിങ് ഒക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതിന് പറ്റിയിട്ടുള്ള ഒരു ക്രീം കൂടിയാണ് നമ്മൾ ഇന്ന് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ് നമുക്ക് നമ്മുടെ വീഡിയോ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ് നമുക്ക് ആദ്യം വേണ്ടത് റൈസാണ്, നമ്മുടെ അരിയാണ്. ഈ ഒരു അരി വന്നിട്ട് നമുക്ക് പുഴുങ്ങലരി ആണെങ്കിലും കുഴപ്പമില്ല, പച്ചരി ആണെങ്കിലും കുഴപ്പമില്ല, ഏത് റൈസ് ആയാലും പ്രശ്നമൊന്നുമില്ല. അത് നമുക്ക് നല്ലവണ്ണം കഴുകിച്ച് വേണം എടുക്കാനായിട്ട്. അപ്പോൾ 2-3-4 തവണ കഴുകി വന്നതിന് ശേഷം ഞാനിത് വേറൊരു ബൗളിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് ഒരല്പം വെള്ളം കൂടി ചേർത്ത് വേവിച്ച് കൊണ്ടുവരാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ച് കൊണ്ടുവരാം. ഇനിയിപ്പോൾ നിങ്ങൾ ചോറ് വയ്ക്കുന്ന സമയത്ത് ഉപ്പിടാത്ത ആ ഒരു സമയത്ത് ആ ഒരു സ്റ്റേജിൽ നമുക്ക് ഉപ്പിട്ടിട്ടുള്ള എടുക്കരുത് കേട്ടോ. ഉപ്പിടാത്ത ആ ഒരു ചോറും നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ആ ഒരു വെള്ളം കൂടി ചേർത്തിട്ട് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. എന്നിട്ട് ഈ രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ സ്റ്റാർട്ടിങ് മുതൽ തന്നെ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാണ്. നമ്മൾ അരി എടുത്ത് കഴുകിയിട്ട് നമ്മളതങ്ങ് ഗ്യാസ് അങ്ങ് ഓൺ ചെയ്ത് വേവിച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട്. ഈ കാണുന്ന കാപ്പിക്കുരു ആണ് നമ്മൾ ഇതിനകത്തേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഏകദേശം ഒരു 3 ടീസ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല രീതിക്ക് പൊടിച്ചിട്ടാണ് ഇതിനകത്തേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇതുപോലത്തെ കാപ്പിക്കുരു ഇല്ല, ഇൻസ്റ്റന്റ് ആയിട്ടുള്ള പൗഡറാണ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ 2 ഇവിടെ സാഷയൊക്കെ കിട്ടില്ല, അത് നമുക്ക് ഫുള്ളായിട്ട് അങ്ങ് ഇതിനകത്തേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തതിന് ശേഷം 2-3 മിനിറ്റ് നേരം ഒന്നും കൂടി തിളപ്പിക്കാം. നമ്മുടെ ആ ഒരു കാപ്പിയുടെ എസൻസ് കംപ്ലീറ്റ് ആയിട്ടും ആ ഒരു ചോറിൽ പിടിച്ചിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2-3 മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കാം. എന്നതിന് ശേഷം നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തിടാം കേട്ടോ. ഇനി ഇതങ്ങ് നമുക്കൊരു മിക്സി ബൗളിനകത്തേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുത്ത് നല്ല മഷി പോലെ അങ്ങ് അരച്ചു കൊണ്ടുവരണം. അരച്ചെടുത്തതിന് ശേഷം തുണി ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ അരിപ്പ് ഉപയോഗിച്ചിട്ടോ നമുക്കിതൊന്ന് ഫിൽറ്റർ ചെയ്ത് കൊണ്ടുവരണം കേട്ടോ. നല്ല രീതിക്ക് തന്നെ സ്ക്വീസ് ചെയ്തെടുക്കുക. അപ്പോൾ തന്നെ നമുക്ക് ആ ഒരു കൂട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലായിരിക്കും നമ്മുടെ ആ ഒരു റൈസും ആ ഒരു കോഫിയുടെ ഒക്കെ കൂട്ട് കിട്ടുന്നത്. അപ്പോൾ ഞാൻ അരിപ്പ് ഉപയോഗിച്ചിട്ട് ഇത് കംപ്ലീറ്റ് ആയിട്ടും അരിച്ച് മാറ്റിയതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം എത്രമാത്രം ഈ ഒരു കൂട്ട് കിട്ടിയിട്ടുണ്ടെന്ന് കേട്ടോ. അപ്പോൾ ബാക്കി വന്നിട്ടുള്ള പിശട് ആരും തന്നെ കളയേണ്ട കാര്യമില്ല, നമുക്കത് ബോഡി സ്ക്രബ് പോലെ ബോഡിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗൈസ് കണ്ടല്ലോ നമുക്ക് എത്രത്തോളം കിട്ടിയിട്ടുണ്ട്. ഇത് മുഴുവനായിട്ട് എടുക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് മാത്രം എടുത്തിട്ട് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് വെച്ചാൽ മതിയാകും. അപ്പോൾ ഞാനൊരു ഷംനൂസ് ഓർഗാനിക് ഹെർബൽ ബ്യൂട്ടിയുടെ നോർമൽ ആലോവേറ ജെല്ലാണ് ഇതിനകത്തേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ പലരും ചോദിക്കുന്നുണ്ട് എന്താണ് ഇതുപോലത്തെ കളറായിട്ട് ഇരിക്കുന്നതെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വേറെ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. നമ്മൾ ഇതിനകത്തേക്ക് നമ്മുടെ ഗ്രീൻ ടീയുടെ എക്സ്ട്രാക്റ്റ് ആണ് ചേർത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ആ ഒരു കളറായിട്ട് ഇരിക്കുന്നത് കേട്ടോ. അതല്ലാതെ ആർട്ടിഫിഷ്യലായിട്ട് യാതൊരു കളറും തന്നെ നമ്മൾ ഇതിനകത്തേക്ക് അങ്ങ് ആഡ് ചെയ്യുന്നില്ല. അതിൻ്റെ ആ ഒരു ഗ്രീൻ ടീയുടെ നാച്ചുറൽ ആയിട്ടുള്ള കളറാണ് അത് കാണിക്കുന്നത് കേട്ടോ. ഒരു ഡാർക്ക് യെല്ലോയിഷ് ആൻഡ് ബ്രൗണിഷ് ആയിട്ട് നമുക്ക് കാണുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഗൈസ് നമ്മളിവിടെ 1 ടീസ്പൂണോളം ഈ ഒരു നോർമൽ ആലോവേറ ജെൽ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടിൽ തന്നെ ഞാൻ 1 ടീസ്പൂണോളം കുഞ്ഞു ടീസ്പൂണോളം ഞാൻ ആൽമണ്ട് ഓയിലും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വീഡിയോ വിട്ടുപോയായിരുന്നു. അപ്പോൾ ആ ഒരു ഓയിലും കൂടി ചേർക്കുക കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്കത് രാത്രി അപ്ലൈ ചെയ്തിട്ട് കിടന്നുറങ്ങാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഡ്രൈ ആയിട്ട് നമുക്ക് ഫീൽ ആകും. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്തേക്ക് ആൽമണ്ട് ഓയിൽ നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ ഫേസിലേക്ക് സൂട്ടാവുന്നത് ആ രീതിക്കുള്ള ഓയിൽ കൂടി ഇതിനകത്തേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഏകദേശം 1 ടീസ്പൂണോളം ഞാൻ അങ്ങ് ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിക്ക് മിക്സ് ആക്കിയതിന് ശേഷം ഞാനിത് വേറൊരു ബോട്ടിലിനകത്തേക്ക് അങ്ങ് ആഡ് ചെയ്തിട്ട് നമ്മളത് ഫ്രിഡ്ജിനകത്ത് സ്റ്റോർ ചെയ്യാണ്. ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുമ്പോൾ നമുക്കൊരു 1 വീക്ക് വരെ ഒരു 5 to 7 ഡേയ്സ് വരെ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. തണുപ്പ് പോയതിന് ശേഷം വേണം ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ എന്നും ഡെയിലി രാത്രി നിങ്ങൾ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്തിട്ട് കിടന്നുറങ്ങുക. പിറ്റേന്ന് രാവിലെ കഴുകി കളയാട്ടോ. ഇങ്ങനെ ഒരു തവണ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ബ്രൈറ്റ്നസ് ആയിരിക്കും നമുക്ക് കിട്ടുക കേട്ടോ നമ്മുടെ ഫേസിൽ. അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻറ്റ് റിസൾട്ട് കിട്ടിയെന്നും പറഞ്ഞ് ആരും നിർത്തിക്കളയരുത്. കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുക, എങ്കിൽ മാത്രമേ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ എല്ലാ ദിവസവും രാത്രി കിടക്കാൻ നേരം അപ്ലൈ ചെയ്യുക, പിറ്റേന്ന് രാവിലെ കഴുകിക്കളയാം. ഇതിപ്പോൾ രാത്രി തന്നെ വേണമെന്നൊന്നുമില്ല, നമുക്ക് പകൽ എപ്പോഴാണ് നമ്മൾ ഫ്രീ ആയിരിക്കുന്നത് അന്നേരം നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനകത്തേക്ക് ആൽമണ്ട് ഓയിൽ ചേർക്കാനായിട്ട്. അപ്പോൾ ആൽമണ്ട് ഓയിൽ ചേർത്തിട്ടും നിങ്ങൾക്ക് ഡ്രൈനെസ് ആയിട്ടാണ് ഫീൽ ആവുന്നതെന്നുണ്ടെങ്കിൽ ഈ
ഈ ഒരു ക്രീമിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾ കുറച്ചാൽ മതി കേട്ടോ. ഇതിനകത്തേക്ക് റോസ് വാട്ടറോ അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള വാട്ടറോ ഇതിനകത്ത് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ആ ഒരു തിക്ക് കൺസിസ്റ്റൻസി കുറച്ചിട്ട് ഒരു ലോഷൻ ടൈപ്പ് അറിയാമല്ലോ, ഇച്ചിരി ലിക്വിഡ് ടൈപ്പായിട്ടായിരിക്കും ചെയ്യുക. ആ ടൈപ്പിൽ നിങ്ങൾക്ക് ഈ ഒരു ക്രീമിന് ആക്കി കൊണ്ടുവരാം. എന്നതിന് ശേഷം ഫേസിൽ അപ്ലൈ ചെയ്യുക കേട്ടോ. ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല രീതിക്ക് മസാജ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. മസാജ് ചെയ്ത് നമ്മുടെ ആ ഒരു ക്രീം പെട്ടെന്ന് തന്നെ അങ്ങ് അബ്സോർബ് ആയിക്കോളും കേട്ടോ. അപ്പോൾ ആ രീതിക്ക് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് മസാജ് ചെയ്ത് ഈ ഒരു ക്രീം നമ്മുടെ ഫേസിൽ നന്നായിട്ട് അങ്ങ് പിടിക്കാനായിട്ട് സമയം കൊടുക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവരും ഞാൻ ഈ പറഞ്ഞ രീതിക്ക് ഒന്ന് ഫോളോ ചെയ്യുക. ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.